അപ്പം നമ്മൾ ആലുവയിൽ ശിവരാത്രി മണപ്പുറത്താണ്. ദിലീപിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അവർക്ക് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ. കാരണം ഇവിടെ കപ്പലണ്ടി കച്ചവടം ഉണ്ട്. കപ്പലണ്ടി, കടല, പട്ടാണി അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ കണ്ടാൽ ഇതിനെന്താ പറയുക, എന്തോ ഒരു സംഭവം. നമ്മുടെ കമ്പലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ദിലീപിന്റെ വീടിന്റെ മുമ്പിലെ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. ഇവർക്കൊന്നും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ശിവരാത്രി ഓക്കെ. apa terkendali ചേട്ടന് വീഡിയോയിൽ കണ്ട കുഴപ്പമില്ല. ആത്മഹത്യൊന്നും ചെയ്തില്ല. ഫ്രണ്ട് എവിടെ ഇതിൻ്റെ ചാനൽ ഇതാണോ 94A ഇതിൽ വാർത്താ ചാനലാണല്ലേ? പക്ഷെ ഇപ്പം വ്യൂസ് കുറവാണല്ലോ. താരങ്ങൾ വളരെ കുറഞ്ഞു. അതിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ചാനലിൽ എനിക്ക് ഇടണ്ടേ? ചേട്ടൻ എന്ത് ചെയ്യാൻ സമ്മതിക്കണില്ല. ദിലീപിന്റെ വീടിന്റെ മുമ്പിൽ നിന്നെടുത്ത വീഡിയോ നമ്മുടെ പുള്ളിക്കാരൻ ആ വീഡിയോ കൊടുക്കണമെന്ന് എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യണം ഗൈസ്, നിങ്ങൾ പറയും. ഇത് ഇഷ്ടണ്ട, ശിവരാത്രി മണപ്പുറാണ്. ഇത്രയും തിരക്കാണ്, ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്നെ വഴിയിൽ പിടിച്ചിരുത്തിയേക്കാണ്. ഇനി നിങ്ങൾ പറയും കാര്യങ്ങൾ. എന്നെ വഴിയിൽ പിടിച്ചിരുത്തി ഞാനെടുത്ത വീഡിയോ കൊടുക്കണം എന്നാണ് പറയണത്. അതെങ്ങനെ പറ്റും ഗൈസ്, നിങ്ങൾ പറയും. ഞാനെടുത്ത വീഡിയോ എങ്ങനെ ഞാൻ കൊടുക്കും? ലാസ്റ്റ് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ സോറി, ബൈ 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 പറഞ്ഞ് എസ്കേപ്ഡ് ആയി എന്നുള്ളതാണ്. നമ്മുടെ ചേട്ടൻ കുറവുണ്ടോ? എന്തായാലും ചിലതൊക്കെ ഇവിടെ നടക്കും. എൻ്റെ കൂടെ ഉള്ളത് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. നാളെ ഇവളെപ്പറ്റി ആരും കമൻ്റ് ഇടരുത്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ദിവസം തന്നെ ശിവരാത്രി മണപ്പുറത്തിൻ്റെ വ്ലോഗ് എടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ട് വന്നതാണ്. കാരണം ഒരു മാസം വരെയുണ്ട് ഇവിടെ ആലുവക്കാർക്ക് ശിവരാത്രി എന്ന് പറയുന്നത്. സാധാരണ എല്ലാ നാട്ടിലെ എല്ലാ ജില്ലക്കാർക്കും ശിവരാത്രി ഒറ്റ ദിവസമുള്ളൂ. പക്ഷെ ആലുവക്കാർക്ക് അങ്ങനെയല്ല, ശിവരാത്രി 1 മന്താണ്. നമ്മുടെ അമ്പലം കാണിച്ചു തരാം. ശിവക്ഷേത്രമാണ് കാണുന്നത്. വന്നത് ഇവിടെ നമ്മളിതിനു മുമ്പ് വന്നിട്ട് ഒരു പുഴയിൽ എത്ര കൊല്ലം മുമ്പ്, 2 കൊല്ലം മുമ്പ് ഒരു പുഴയിൽ ഇറങ്ങണ ഒരു റീലൊക്കെ എടുത്തില്ല, ഒരു വീഡിയോ ചെയ്തില്ലേ? പറഞ്ഞിട്ട് ഓം വിശ്വവാസായ നമഃ, ഓം ദക്ഷായ നമഃ, ഓം വേദനിഷ്ഠായ നമഃ, ഓം യജ്ഞാംഗായ നമഃ, ഓം വരീയസയ നമഃ, ഓം ഗഹനായ നമഃ, ഓം വിരാമായ നമഃ, ഓം എൻട്രൻസ് ആയിട്ടുള്ള അങ്ങോട്ട് കിടക്കുകയാണ്. അതൊക്കെ നമുക്ക് കാണാം. ഓം വിദ്യായ നമഃ,
ഓം വടവൃക്ഷായ നമഃ ഓം ജ്ഞാനദീപായ നമഃ ഓം ദുർഗായ നമഃ. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ വഴിപാടുകൾ നടത്തുന്നതിനായി ദേവസ്വം കൗണ്ടറുകളിൽ നിന്നും എത്തിയിരിക്കേണ്ടതാണ്. പിതൃ നമസ്കാരം, തിലഹോമം എന്നിവ ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടത്താവുന്നതാണ്. ശിവരാത്രി ദിനത്തിലെ പ്രധാന നൈവേദ്യങ്ങളായ അപ്പം, അരവണ, പാൽപ്പായസം എന്നിവ പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറുകളിൽ നിന്നും ഭക്തജനങ്ങൾക്ക് ലഭ്യമാണ്. ദേവസ്വം ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് ഇതര ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നിർദ്ദേശങ്ങൾ ഭക്തജനങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ഭക്തജനങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണൽപ്പുറത്ത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. നാളെ തുടങ്ങി വാവ് ബലി സ്റ്റാർട്ട് ചെയ്യും. മറ്റന്നാൾ 11 മണിയൊക്കെ വരെ ബലിയിടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞു കൊടുക്കി. ഞങ്ങൾ ആലുവ ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് പാലം വഴി പുഴ ക്രോസ് ചെയ്തിട്ടാണ്. ഈ വഴി പോയാൽ പറവൂർക്കവല, തോട്ടിക്കാട്ടുകര ആ ഭാഗത്തേക്കൊക്കെ പോകാൻ മറ്റേ എൻ്റെ ചന്ദനവിളി കൊണ്ടിട്ടുണ്ട്. മറ്റേ ജയസൂര്യയുടെ പടത്തിൽ ലോകത്തിലില്ലാത്തൊരു സ്ഥലം എന്നും പറഞ്ഞൊരു തോട്ടിക്കാട്ടുകര കാണിക്കണ്ടല്ലോ, ഒരു പ്രേത സിനിമയിൽ. ചതിക്കാത്ത ചന്തൂര്, പക്ഷെ അത് ലോകത്ത് ഉള്ള സ്ഥലം തന്നെയാട്ടോ. ആലുവയിലുണ്ട് തോട്ടിക്കാട്ടുകര എന്ന് പറയുന്ന സ്ഥലം. ദൈവമേ, ഇവിടുത്തെ തിരക്ക് നിങ്ങൾ കണ്ട. അതാണ് ഈ തിരക്കിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. വായോ, അവനവൻ സൂക്ഷിക്കുക. ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്. കമ്മലാണ്. വരുവിൻ, ആസ്വദിച്ച് കുടിക്കുവിൻ. ഒരുപാട് ഔഷധ ഗുണമുള്ള കരിമ്പിൻ ജ്യൂസ് പാനീയം. കുഞ്ഞു സുഹൃത്തുക്കളെ, ഇതിൽ നിങ്ങൾ വീഴരുത്, വഞ്ചിതരാവരുത്. 25 രൂപയുള്ള സാധനം കൂടി വന്നാൽ 30, 50 രൂപയാണ് ഇത്. കഴുത്തറക്കും. അതുകൊണ്ട് ഇനി മേലാലും ഞങ്ങൾ മണപ്പുറത്ത് നിന്ന് കരിമ്പിൻ ജ്യൂസ് കുടിക്കും. 100 രൂപ പറ്റി വാങ്ങിച്ചില്ല. അതെ, എൻ്റെ കുട്ടിക്ക് വിഷമായി. അർഹതപ്പെട്ടവർക്ക് കൊടുക്കുള്ളൂ. എനിക്ക് വിഷമായി, കാരണം പോയതായിരുന്നു. ചെറിയ ഗ്ലാസ് 50 രൂപയ്ക്ക് പറ്റിയ ഗ്ലാസ് അല്ല. അപ്പൊ മണപ്പുറത്തുനിന്ന് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ മുതലാവൂല. 23കാരി പഠിക്കുന്നു, സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, സ്വന്തമായിട്ട് സമ്പാദിക്കുന്നു. സമ്പാദ്യം ഉണ്ടാവും ചെറുതായിട്ട്, ചെറുങ്ങനെ. ഞാൻ പഴമൊന്നും കാണില്ല ഇവിടെ അല്ല, പുറത്തുനിന്ന്. ഇവിടെ നിന്ന് നമുക്ക് പഴം കിട്ടൂല. കണ്ട രാജസ്ഥാൻ ചെരുപ്പുകൾ പോലത്തെ ചെരുപ്പുകളാണ്. നല്ല മണം. അച്ചാറിൻ്റെ മണം പിടിച്ചിട്ട് കടയിലോട്ട് പോകും.
अचार टेस्ट आचार एवढे ओके टेस्ट ओके मांगा नारेगा मोळा कैरेट इंत ಕೂಡ ಬೆಳ್ತುಳ್ಳಿ ಹೋಯಿತು ഭയങ്കര ഉപ്പാ ചേച്ചി ചോറ് അച്ചാർ പെണ്ണവർ ഇല്ല കെമിക്കൽ ഇല്ല ഒല്ലി ഉപ്പു ഉപ്പൊക്കെ ജാസ്തി യൂസ് ഉപ്പ് കമ്മി തക്കണം ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാറുകളാണ്. ചേച്ചി ഇത് വേണോ അത് വേണം ಬ್ಲೂಬೆರಿ ಇಂದ ಮಾಂಗ ನಾರಂಗ ಮೊಳ ಕೆರಡೆ ಇಂದ ಬಳ ಬೆಳ್ತುಳ್ಳಿ ಎಲ್ಲ ಪುದ್ಯ ವೆರೈಟಿ ಆಯ್ತು ಎಲ್ಲ ನಾರ್ತ್ ಇಂಡಿಯಾ ಆಯ್ತು ಚೋಟ್ ಚಪಾತಿ ಪರೋಟ में खायचो നല്ല ഇഷ്ടം ഈ വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി നോക്കട്ടെ വെളുത്തുള്ളി പച്ചമുളക് ഇതുമല്ല രാജസ്ഥാൻ അച്ചാർ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ട് എന്താവോ എന്തോ ഇല്ല അച്ചാർ നല്ലത് തന്നെ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു 150 രൂപ കാര്യം ടേസ്റ്റ് അച്ചാറിന്റെ അവിടെ നിന്ന് പോകുന്നില്ല അച്ചാറ് കുറെ പേരൊക്കെ വാങ്ങിക്കണ്ട കേട്ടോ കുറ്റം പറയണതല്ല അച്ചാറ് ടേസ്റ്റ് ഒക്കെ ഉണ്ട് പലതും പല ടേസ്റ്റാണ് സ്വീറ്റ് ആയിട്ടുള്ളതുണ്ട് പക്ഷെ എല്ലാത്തിനും നല്ല ഉപ്പുണ്ട് കേട്ടോ അവര് പറയണത് അച്ചാറ് എന്തിൻ്റെയും കൂടെ കഴിക്കാം പൊറോട്ടയ്ക്ക് വരെ അച്ചാറ് കഴിക്കാന്നാണ് അവര് പറയണത് പിന്നെ ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉപ്പ് വേണമല്ലോ അല്ലേ അത് ചെറുതാണ് അത് ചെറുതാണെങ്കിൽ കൂടി ഞാൻ അങ്ങനത്തെ സാഹസികതയൊന്നും ചെയ്യാറില്ല അതിലും കയറണം ഇതിലും കയറണം അതില്ല എൻ്റെ നീകലൻ്റെ പോകാത്തണ്ട് അതാ തലകുത്തി നിൽക്കുന്ന സാധനത്തിൻ്റെ മുകളിൽ കയറുന്നതാണ് ഇവർ പറയുന്നത് കൂടാറില്ലല്ലോ ഇത്രയും സ്പീഡിൽ കറങ്ങുള്ള നീ ഇതിന്റെ മണ്ട കയറി വെറുതെ തലമുട്ടി വീഴണ്ട ഇവിടെ എന്നെ മറ്റേ ദിലീപ് പരിപ്പോടയ്ക്ക് ഉന്തണ പോലെ ഉണ്ട് ഗൈസ് അമരക്കാരൻ ഇതാ ആകാശ മരണക്കോട്ടയ്ക്കകത്ത് നടക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നേരെ കാണുവാൻ നിങ്ങളെ ഞങ്ങൾ ആർദ്രമായി ഈ ആകാശ മരണക്കോട്ടയുടെ വെട്ടുപാടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കലാകാരന്മാർ ഈ ആകാശ മരണക്കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിച്ച് അതിനകത്ത് നിന്നൊരു മണിനാഥം മുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ പ്രദർശനം ആരംഭിക്കുന്നതാണ് ഞങ്ങളുടെ കലാകാരന്മാർ തയ്യാറായി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ രസമാക്കി കടന്നു വരിക അടിപൊളിയല്ലേ